താങ്കൾ തന്നെയാണ് എടുക്കണത്. ഇന്ന് അവിടെ പുഷ്പാഭിഷേകം ഉണ്ട്. അവിടുത്തെ പുഷ്പാഭിഷേകത്തിൽ സമയം കൂടുതലാണ്. എനിക്കുണ്ട്, നീ എടുത്തോ. മുട്ടായല്ല പ്രമദവലത്തിനെ തൊലച്ച്. ഗൈസ്, നമ്മൾ 1.25 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പുഷ്പാഭിഷേകത്തിന് മേളം ചെയ്ത് ഗൈസ്. ഇവിടുത്തെ സ്റ്റേജിലൊക്കെ നല്ല നല്ല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാവുട്ടനൊക്കെ കൈയൊക്കെ പൊട്ടി ഗൈസ്. അവന്റെ പാവം, അവൻ ചെറുക്ക 1.25 മണിക്കൂറൊക്കെ നിർത്താതെ ഇരുന്ന് അടിച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് നമ്മൾ പുഷ്പാഭിഷേകത്തിന്റെ വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് താങ്കൾ തന്നെയാണ് എടുക്കണത്. ഗൈസ്, ഇന്ന് അവിടെ പുഷ്പാഭിഷേകം ഉണ്ട്. അവിടുത്തെ പുഷ്പാഭിഷേകത്തിൽ സമയം കൂടുതലാണ്. ഇന്ന് തമ്പുരാനാണ് പുഷ്പാഭിഷേകം. 5 പേരേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഒരു 1.5 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കും. 2 ചെണ്ട എനിക്കുണ്ട്, നീ എടുത്തോ. മുട്ടായല്ല പ്രമദം. ഓ എന്താ വിട്ടാ പ്രമദവലത്തിനെ തൊലച്ച്. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ചെണ്ട എല്ലാം എടുത്ത് വെക്കണം. ഇവിടെ ബാക്കിൽ ഇതേ പുഷ്പാഭിഷേകത്തിന്റെ പൂവൊക്കെ ഇറുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം പിടിക്കും, അതിനുശേഷം മേളം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് മേളം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോഴും പുഷ്പാഭിഷേകത്തിന് വേണ്ടിയിട്ട് പൂ ഇറുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി ഒരുപാട് സമയം പിടിക്കുവേ. ഇനി ഭഗവതി സേവയുണ്ട്, അതിനുശേഷം പുഷ്പാഭിഷേകം, വലിയ പുഷ്പാഭിഷേകം ആയിരിക്കും. അപ്പൊ നിങ്ങൾ പൂവെല്ലാം കണ്ടല്ലോ അല്ലേ? ഇനി ഇത് ഇടുമ്പം നല്ല രസമായിരിക്കും, പിന്നീട് കാണിച്ചു തരാം.
ഗൈസ് നമ്മൾ 1.25 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പുഷ്പാഭിഷേകത്തിന് മേളം ചെയ്ത് ഗൈസ്. അതിന്റെ തളർച്ചയിലും ചെറിയ ക്ഷീണമുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ സമയം പോയാലും അറിഞ്ഞില്ല ഗൈസ്. ഈ സ്വാവുട്ടനൊക്കെ കണ്ട ഉണങ്ങി ചുക്കാണ് അവിടെ കയറിയിരിക്കണ ആ റൂമിൽ താണ്ട ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എല്ലാരും ഇപ്പം പാട്ട് ഷോ ഒക്കെ തുടങ്ങി ഫാദർ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അച്ഛന് സന്തോഷമായി ഗൈസ്. നല്ല നല്ല മേളമായിരുന്നു, നല്ല ഇമ്പമായിരുന്നു കേൾക്കാൻ. ഇനി ഞാൻ പുഷ്പാഭിഷേകം കാണിച്ചു തരാം ഗൈസ്, അത് കിടിലമാണ്. ഗൈസ് അങ്ങനെ നമ്മുടെ മേളം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ സാധനങ്ങളെല്ലാം കെട്ടിവെക്കുകയാണ്. ഇവിടുത്തെ സ്റ്റേജിലൊക്കെ നല്ല നല്ല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ വാവുട്ടനൊക്കെ കൈയൊക്കെ പൊട്ടി ഗൈസ്. അവന്റെ പാവം അവൻ ചെറുക്ക 1.25 മണിക്കൂറൊക്കെ നിർത്താതെ ഇരുന്ന് അടിച്ച്. എല്ലാരും എല്ലാ സാധനങ്ങളൊക്കെ കെട്ടി ഒരുക്കുന്നു. നമുക്കിനി നേരെ ഇറങ്ങിയിട്ട് ഇതിന്റെ സ്പെഷ്യൽ ഡിഷസ് വല്ലതും കിട്ടുമോ നോക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഹോട്ടലിൽ നമ്മൾ സാധനങ്ങളെല്ലാം കയറ്റി ഇനി വീട്ടിൽ പോകണം. ഇനി ഇവിടെ നിന്ന് പ്രസാദമൊക്കെ കിട്ടും, അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാമേ ഗൈസ്. അപ്പൊ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് ഉറപ്പായിട്ട് വിടാം. അപ്പൊ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ നമ്മളെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണം എല്ലാരും. അങ്ങനെ മേളം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാരും ഉറക്കം കേൾക്കാണ്ട് ആണ്ട് ഫുള്ള് കംപ്ലീറ്റ് വാഴോട്ട് പോയി കംപ്ലീറ്റ് നിശബ്ദത. എന്റെ പൊന്നെ ഗൈസ്. അങ്ങനെ രാത്രി ഇപ്പം മണി ഇപ്പം 12 ഗൈസ്. 12 മണിക്ക് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇരുണ്ട പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ആകെ അച്ഛന്റെ മുണ്ട് മാത്രം കാണാം, മുണ്ടും ചെണ്ടേര വള്ളി. ബാക്കി ഫുള്ള് ഇരുട്ട്. ഇവിടെ ലൈറ്റ് ഇട്ടിട്ടും ഇരുട്ട്. മെമ്പർഷിപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണേ, മറക്കല്ലേ. ശരിയെന്നാ, ബൈ.